അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും ജൂനിയും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോയിലുള്ള കുറച്ച് വെസ്റ്റേൺ കളക്ഷൻസ് ആണ്. അതായത് കുറച്ച് ഷർട്ട് ഡ്രസ്സസ് കാണിക്കുന്നുണ്ട്, ഓവർ സൈസ് ഷർട്ട് കാണിക്കുന്നുണ്ട്, അതും സ്ട്രൈപ്ഡ് ആയിട്ട് ഇപ്പം കുറച്ച് ട്രെൻഡി ആയിട്ട് പോകുന്ന കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. മൾട്ടി കളേർഡ് ആയിട്ട് വരുന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നതും, അതേപോലെ തന്നെ കുറച്ച് പാൻസ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജസ്റ്റ് 350 ആ ഒരു പ്രൈസിന് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ട്രെൻഡി വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സ് കാണിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോയിലോട്ട് ഈ രണ്ട് ഷർട്ട് ഡ്രസ്സ് എന്നാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടും ഞാൻ ഇട്ടിട്ടുള്ള ക്ലിപ്പ് രണ്ട് സൈഡിലും കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഇത് മനസ്സിലാവും കേട്ടോ. സൂൻ ഇങ്ങനെ കളിക്കുന്നതിനോട് ഞാൻ എങ്ങനെയാണ് ഇത് കറക്റ്റ് കാണിച്ചു തരാമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഓക്കെ യൂനിമ ഓക്കെ. അപ്പം ഞാൻ സൂനിക്ക് ഒരു പെന്നും ബുക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനെപ്പറ്റി പറയാം, ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഈ ഒരു രണ്ട് ഷർട്ട് ഡ്രസ്സും ഞാൻ ഏകദേശം ഒരു 400, എനിക്കിത് കിട്ടിയിട്ടുള്ളത് 398 റുപ്പീസ് എങ്ങാനാണ് എനിക്ക് ആയിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് കാണിച്ചു തരാം. ഇത് വരുന്നത് ഫുൾ ബട്ടൺ ആണ്. നമുക്ക് ഞാൻ പറഞ്ഞ ഷർട്ട് ഡ്രസ്സാണ്, നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇന്നർ ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിനൊരു ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് ഇന്നറും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോളറൊക്കെ വരുന്ന ഒരു ഷർട്ടും അതിന് തന്നെയാണ് വരുന്നത്. സ്ലീവ് വന്നിട്ട് ഷോർട്ട് സ്ലീവ് ആണ്. പിന്നെ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇട്ട് കാണിക്കുന്നതിലും പിന്നെ കുറച്ച് മനസ്സിലാവേണ്ട കാര്യം ഇതിൻ്റെ മെറ്റീരിയലാണ്. മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് ഒന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് വരുന്നത്. കോട്ടണും അല്ല, റയോൺ അല്ല, കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത്, ഇതിൻ്റെ സൈസ് ഓക്കെ ഷർട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എപ്പോഴും കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ കൂടുതലും ഷർട്ട് ആണെങ്കിലും ഷോർട്ട് ഡ്രസ്സ് ആണെങ്കിലും കൂടുതലും ഒരു സൈസ് അപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. സോ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ നോർമൽ സൈസ് XL ആയതുകൊണ്ട് XXL ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതെനിക്ക് കറക്റ്റ് ഒരു ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. എന്തായാലും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ സെയിം തന്നെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും പറയാനുള്ളത്. ഷർട്ട് ഡ്രസ്സാണ്, കോളർ വരുന്നുണ്ട്, ഷോർട്ട് സ്ലീവ് ആണ്. ഇതും സെയിം ആ ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതൊരു മൾട്ടി കളേർഡ് ആയിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. രണ്ടും എനിക്ക് ഇഷ്ടമായി. മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു 9/10 ആണ് കൊടുക്കാൻ വേണ്ടി പറ്റുക മെറ്റീരിയൽ. ബട്ട് ഈ ഒരു പ്രൈസിന് വർത്തായിട്ടും തോന്നുന്നു. നല്ലൊരു ലുക്ക് ഉണ്ട്, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നും. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടും ട്രൈ ചെയ്ത് നോക്കാം. ലെങ്ത്ത് കാര്യങ്ങളൊക്കെ എൻ്റെ ലെങ്ത്ത് വന്നിട്ട് 158 ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളെ ലെങ്ത്ത് വെച്ചിട്ട് ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ള പോലെ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാവല്ലോ. ഓക്കെ, എൻ്റെ വെയിറ്റും പറഞ്ഞുതരാം. വെയിറ്റ് വന്നിട്ട് 62 or 3 ആണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ്. അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞാൻ ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഫോട്ടോസ് ആഡ് ചെയ്യാം. ഒരു ബ്ലാക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബ്രൗൺ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്കിന് ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് 200 സംതിങ് 250 താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. സോ മറ്റേതിന് 350 or 340 സംതിങ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ബ്രൗണിന്. സോ ഞാനൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് എഗെയിൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. ഒരു ബ്ലാക്ക് അല്ല, വൈറ്റ് ഷോളിൻ്റെ കൂടെയും വൈറ്റ് ഒരു പാൻറ്റൊക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്തപ്പം അടിപൊളിയായിട്ട് തോന്നിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ഇതിൻ്റെ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇതും നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് നല്ലൊരു ഡ്രസ്സാണ്. ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു. ജസ്റ്റ് 350 റുപ്പീസിനാണ് ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടും വർത്തായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ പിക്ചറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നീലും കുറച്ച് മേലെ ആയിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവാണ്. ആൻഡിൽ ഇങ്ങനെ എലാസ്റ്റിക് വന്നിട്ടുണ്ട്. സോ 100% റയോൺ മെറ്റീരിയലാണ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, മെറ്റീരിയലും പറഞ്ഞു. ഇനി സൈസ് പറഞ്ഞുതരാം. പിന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം. സൈസ് വന്നിട്ട് XL ആണ്. സോ എൻ്റെ നോർമൽ സൈസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ നോർമൽ സൈസ് ഏതാണോ അത് ചൂസ് ചെയ്താൽ മതി. പിന്നെ ഇതെന്താ ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഓൾറെഡി പറഞ്ഞു, 350 റുപ്പീസാണ്. സോ എന്തുകൊണ്ടും വർത്താണ്. നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ നോക്കിയോ, അടിപൊളിയാണ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം.
ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 പാൻസ് ഞാൻ മീഷോന്ന് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. കുറേ ആയി ഇത് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഫൈനലി ഈ ഒരു 2 ഷെയ്ഡ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. വന്നിട്ട് ഇതൊരു നമ്മളെ ട്രാക്ക് സൂട്ട് മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. കണ്ടോ, ഒരു ബനിയൻ നമ്മളെ മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്നു. നമുക്കിത് ഞാൻ സൈഡിൽ ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ടാവും. നമുക്കൊരു ഓവർ സൈസ്ഡ് ഷർട്ടിൻ്റെ കൂടെ, ഓവർ സൈസ്ഡ് ടീഷർട്ടിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും. അത് പെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അങ്ങനെയൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ നമുക്ക് ഡെയിലി വെയറിലൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഇങ്ങനെയുള്ള പാൻസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് 328 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. സോ ഇത് 2 ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ എലാസ്റ്റിക് വന്നിട്ട് ഇങ്ങനെ എലാസ്റ്റിക് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു റോപ്പ് വരുന്നുണ്ട്, 2 പോക്കറ്റ് വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം ഒരു പാരലൽ ഫിറ്റിലാണ് വരുന്നത്. ഓക്കെ, കണ്ടോ, ഒരു പാരലൽ ഫിറ്റിൽ അത്യാവശ്യം നല്ല വർത്തായിട്ട് തോന്നുന്നു. ജസ്റ്റ് 328 റുപ്പീസിന് എന്തുകൊണ്ടും ഇത് വർത്താണ് കേട്ടോ. സോ ഒരു ബ്രൗൺ ഷെയ്ഡും ഒരു ലൈറ്റ് ഈ ഒരു ഷെയ്ഡുമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്രീം കളർ. ഓക്കെ, അതാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതും 2 പോക്കറ്റ്, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു റോപ്പ്, അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ എടുത്തിട്ടുള്ള സൈസ് പറഞ്ഞുതരാം. 34 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഒന്ന് കൺഫേം ചെയ്താട്ടെ. ഞാനിത് എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് 34 ആണ് കേട്ടോ. എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് വരുന്നത് ഈ ഒരു പാൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല മെറ്റീരിയൽ ആണ്, നല്ല സുഖം ഉണ്ടാവും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാം, ലിങ്ക് അതിലുണ്ടാവും. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞാൻ വേറെ ഇതും നോക്കിയിട്ടില്ല. നമുക്കൊരു സ്ട്രൈപ്ഡ് ആയിട്ടൊക്കെ ഇപ്പം പല കളേഴ്സിൽ വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഷർട്ടുകൾ. ഇങ്ങനെ സ്ട്രൈപ്ഡ് ആയിട്ട് വരുന്ന ഓവർ സൈസ് ഷർട്ട് ഭയങ്കര ട്രെൻഡിയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് മീഷോയിൽ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. സോ ഞാൻ ഇതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് നമ്മൾ സാറ്റിൻ മെറ്റീരിയൽ വന്നിട്ടുണ്ടാവും, കോട്ടൺ മെറ്റീരിയൽ വരുന്നുണ്ടാവും. സോ ഇത് വന്നിട്ട് ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ വരുന്നത്. അത്യാവശ്യം വർത്തായിട്ട് തോന്നുന്നു. ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. കുറേ കളേഴ്സ് വരുന്നുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, കളേഴ്സ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. കുറേ കളേഴ്സ് വരുന്നുണ്ട്. ജസ്റ്റ് 400 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ. സോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, എനിക്ക് കറക്റ്റ് കിട്ടിയുള്ളത് 370 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷർട്ട് ഞാൻ എടുത്ത്, പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഫോൾട്ടായിട്ട് പറയാനുള്ളത്, ഇതിൽ സൈസ് കൂടുതലായിട്ട് അവൈലബിൾ അല്ല. അതായത് XL 3 സൈസ് എങ്ങനെ അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ സൈസാണ്. ഓക്കെ, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്, XL ഉണ്ട്. ഈ ഒരു 3 സൈസ് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ XL ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഷർട്ട് എടുക്കുമ്പോൾ കൂടുതലും XXL ആണ് ചൂസ് ചെയ്യാറ്. പക്ഷേ ഇതൊരു ലൂസ് ഫിറ്റ് ആണ്, ഓവർ സൈസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അതിനെ നമ്മളെ നോർമൽ സൈസാണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ സൈസ് അവൈലബിൾ ആയിട്ടും ഇല്ല. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല. ഈ ഒരു XL ആണ് ട്രൈ ചെയ്തിട്ടുള്ളത്. സോ ഞാനിത് വേറെ ഇത് നോക്കിയിട്ടില്ല. എനിക്ക് കണ്ടിട്ട് ഇതൊരു ഓവർ സൈസ്ഡ് ആയിട്ടാണ്, ഒരു ലൂസ് ഫിറ്റിലാണ് വരുന്നത്. ലെങ്ത്ത് എനിക്ക് അറിയില്ല, ഇട്ട് നോക്കിയാലേ മനസ്സിലാവും. അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഒരു 400 എന്തായാലും വർത്തായിട്ട് തോന്നുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്താണ്. പിന്നെ ഇതാണ് അടുത്തത്. ഇതും ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. പക്ഷെ ഇത് കുറച്ചുകൂടി ഒരു വടി പോലെ നിൽക്കുന്ന പോലെ ഉണ്ട്. ഒരു വടി പോലെയുള്ള ഒരു ബ്ലെൻഡ്, ആ ഒരു അങ്ങനെ തോന്നുന്നു കേട്ടോ മെറ്റീരിയൽ. പക്ഷെ ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണെങ്കിൽ കൂടിയും ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. ഇത് കുറച്ചുകൂടി ഒരു സ്ട്രെയിറ്റ് അങ്ങനെ ആയിട്ട് നിൽക്കുന്നത്. സോ ഇത് കുറച്ചുകൂടി ഒരു സോഫ്റ്റിൽ വന്നിട്ടുള്ള ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. പക്ഷെ അവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് കോട്ടൺ എന്നാണ്. പക്ഷെ കോട്ടൺ അല്ല, പ്യുവർ കോട്ടൺ അല്ല, ഇതൊരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. ഓക്കെ, സോ രണ്ടും അങ്ങനെയാണ്, കോട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത്. സോ കോളർ വരുന്നുണ്ട്, സ്ലീവും. പിന്നെ ഷർട്ടിൻ്റെ ഒന്നും സ്ലീവ് നമുക്ക് എടുത്ത് ഓവറായിട്ട് പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേഗം മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നത്. സോ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XXL ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് അതിലും കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കും. എനിക്ക് വേറെ ഇത് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് തോന്നുന്നു. സോ ബട്ടൺസ് ഒരു വൈറ്റ് ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതെനിക്ക് അതിലും കുറച്ചുകൂടി ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായത്. പിക്ചറിൽ കണ്ടപ്പം അതാണ് ഇഷ്ടമായത്, എങ്കിലും നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടി അതിലും ഇഷ്ടമായത്. ഒരു മൾട്ടി കളേർഡ് ആയിട്ട് വരുന്നതിനുണ്ട് നമുക്ക് ഏത് ഹിജാബ്സ് വെച്ചിട്ടും സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഒരു ന്യൂഡ് ഹിജാബൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഒരു വൈറ്റ് ഹിജാബ് ഇട്ടാലും
അടിപൊളിയായിരിക്കും. പ്രൈസ് വന്നിട്ട് ജസ്റ്റ് 381 റുപ്പീസിനാണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്താണ്. 300 സംതിങ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാണാനും നല്ല ഭംഗിയുണ്ട്. അങ്ങനെയുള്ള ഒരു ഷർട്ട് എന്തായാലും വേർത്താണ്. ഇതും അടിപൊളിയാണ്. ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. സോ ഇതിനും ഏകദേശം ഒരു 400-ന് ഇതും എന്തുകൊണ്ടും വേർത്താണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഇത്രയാണ് നമ്മൾ കളക്ഷൻസ് കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ ഒരു സ്കേർട്ടും കൂടി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് രീതിയിൽ സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. മീഷോന്ന് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. സോ ഞാനത് വേറെ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നില്ല. അത് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത്. സോ നിങ്ങളെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻസിലും വന്നിട്ട് പറയാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാം. സോ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ. Judy say bye. Bye.